എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുങ്കൽ ബാലദുർഗ ദേവി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. ഞങ്ങളുടെ ഈ ചാനലിൽ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഈ ബാലദുർഗ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇനിയും ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ വന്നത് ഒരു നിമിത്തം മാത്രമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ആന്ധ്രയിലാണുള്ളത്. ഒരു 2-3 ദിവസം കൊച്ചിയിലെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിനായിട്ട് ഇവിടെ വന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും പല തരത്തിലുള്ള ജോലി തിരക്കുകൾ കാരണം അത് ഒഴിവാക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ യാദൃശികമായിട്ട് ഇന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് എനിക്ക് ദേവസ്വം പ്രസിഡൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ് വാട്സാപ്പിൽ. ഒരു വീഡിയോ ചെയ്തുകൂടെ, കാരണം ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഒരു വീഡിയോ നമ്മൾ 2 പ്രാവശ്യം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി ദേവി ആ ദേവസ്വം പ്രസിഡൻറ്റിലൂടെ സച്ചിദാനന്ദ കമ്മത്ത് അദ്ദേഹത്തിലൂടെ എൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ ചാനലിൽ ദേവിയെ കുറിച്ചുള്ള ഒരു വീഡിയോയും കൂടെ ചെയ്യണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കൊച്ചി ആലപ്പുഴ ദേശീയപാതയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷന് ശേഷം വലത്തോട്ട് അർത്തുങ്കൽ പോകുന്ന വഴി ഹൈവേയിൽ നിന്നും 3 കിലോമീറ്ററോളം അകലെ കടക്കരപ്പള്ളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അരൂരിൽ നിന്ന് ചേർത്തല വരെ എലവേറ്റഡ് ഹൈവേയുടെ വർക്കൊക്കെ നടക്കുന്ന കാരണം വണ്ടി ഓടിച്ച് അമ്പലത്തിൽ എത്തിയത് നട അടയ്ക്കുന്നതിന് തൊട്ടു മുൻപാണ്. പത്മാമു അവിടെ വന്നിരുന്ന ഭക്തർക്ക് തീർത്ഥവും പ്രസാദവും ഒക്കെ കൊടുക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. ക്ഷേത്രാങ്കണത്തിൽ കാലുകുത്തി ക്ഷേത്ര നടയിലെത്തുന്ന ഏതൊരു ഭക്തനും അവ്യാജമായ ഒരു അനുഭൂതിയാണ് കൈവരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനും നമ്മൾ ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നത്തിന് ഒരു നിവൃത്തി ദേവി ഉണ്ടാക്കി തരും എന്നാണ് എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗൗഡസാരസ്വത ബ്രാഹ്മണരിൽ ഗാർഗി ഗോത്രത്തിൽപ്പെടുന്നവരുടെ കുടുംബക്ഷേത്രമാണ് ശ്രീമദ് ആലുങ്കൽ ബാലദുർഗ ദേവി ക്ഷേത്രമെങ്കിലും സമുദായത്തിലെ ഇതര ഗോത്രക്കാരെയും ഗ്രാമവാസികളെയും തന്നിലേക്ക് ആകർഷിപ്പിക്കാനുള്ള ഒരു ദിവ്യ ചൈതന്യം ദേവിക്കുണ്ട്. ഇന്ന് GSB സമുദായാംഗങ്ങളും ഗ്രാമവാസികളും ദേവിയെ തൊഴുതു വണങ്ങുന്നതിനും വഴിപാടുകൾ അർപ്പിക്കുന്നതിനും ക്ഷേത്രത്തിൽ വരികയും അതുപോലെ ക്ഷേത്രത്തിലെ പരിപാടികളിൽ ഭൂരിഭാഗം ആളുകളും സ്ത്രീജനങ്ങളും പങ്കെടുക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം അഥവാ യശസ് നാൾക്കുനാൾ വർദ്ധിച്ച് വരുന്നതായിട്ടുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുക. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനോടനുബന്ധിച്ച് ഇവിടെ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ ഇനി നടക്കാൻ പോകുന്ന പുനഃപ്രതിഷ്ഠ, ഇവയെപ്പറ്റിയൊക്കെ ദേവസ്വം പ്രസിഡന്റ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രവിക്കാം. ആലുങ്കൽ ബാലദുർഗ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അതായത് ഞങ്ങൾ അഷ്ടമംഗല പ്രശ്നത്തിന് ശേഷം ഇവിടുത്തെ രക്ഷസുകളെ ആവാഹനം ചെയ്ത് ഗുരുവായൂർ നടയിൽ വിഷ്ണുവിൻ്റെ കാൽക്കൽ ഇതാക്കുകയും അതിനുശേഷം ബാക്കിയുള്ള പുനരുദ്ധാരണത്തിന് വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആദ്യമായി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ ഇതെല്ലാം കോമ്പൗണ്ട് വാൾ ഇതെല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആക്കി അതിനുശേഷം കൈ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൈ കഴുകാനുള്ള പൈപ്പും കാരണങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ ഉള്ളതാണ്. അതിന് മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ഒരു ഷെൽട്ടർ കൊടുത്തു. അതിനുശേഷം ക്ഷേത്രത്തിലുള്ള മതിൽക്കെട്ടിലേക്ക് വരുമ്പോൾ ഇടത്തെ സൈഡിൽ കാണുന്ന ഓഫീസ് ബിൽഡിംഗ് ഞങ്ങൾ പുതുക്കുകയും, നേരത്തെ ഓഫീസ് അല്പം ചെറുതായിരുന്നു, ആ ഓഫീസിൻ്റെ ഏരിയ അല്പം കൂടി കൂട്ടി അത് ടൈൽസ് പാകി വൃത്തിയാക്കി, നല്ല വിട്രിഫൈഡ് ടൈൽ പാകി വൃത്തിയാക്കുകയും മോളിൽ ഒരു എക്സ്റ്റൻഷൻ എടുത്ത് നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത സ്ഥിരം വേണ്ടാത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനായി ഒരു എക്സ്റ്റൻഷൻ മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എടുക്കുകയും ചെയ്തു. അതിനുശേഷം മുന്നോട്ട് വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള രക്ഷസുകളെല്ലാം ആവാഹനം ചെയ്ത് ആ ഭാഗത്തെല്ലാം പുതിയ വൃക്ഷത്തൈകൾ നട്ട് ഭംഗിയാക്കുകയും
അതിനുശേഷം ടൈൽസ് പാകി ബാലാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ പ്രതിഷ്ഠയ്ക്കായിട്ടുള്ള ബാലാലയം പ്രവർത്തനം ചെയ്തു. അതിനുശേഷം മണ്ഡപത്തിലേക്ക് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേജിൻ്റെ കേടുപാടുകൾ തീർത്ത പുതിയ സ്റ്റേജും കാര്യങ്ങളും എല്ലാം ചെയ്തു. അതേപോലെ അടുക്കള ഭാഗം വിസ്താരം കൂട്ടി കുറച്ചുകൂടി കിഴക്കോട്ട് പാചകം കിഴക്കോട്ട് നോക്കി ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുകയും അതിന് പുറകുവശത്തായി പാത്രം കഴുകുന്നതിനായിട്ടുള്ള പ്രത്യേകം ഒരു സജ്ജീകരണങ്ങൾ ചെയ്ത് അതിന് വാട്ടർ ടാങ്കും ക്ലീൻ ചെയ്ത് വേസ്റ്റെല്ലാം പോകുന്നതിനായിട്ടുള്ള ഓവ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി ചെയ്ത് മുൻവശം ടൈൽസ് പാകി. അതിനുശേഷം അതിന് മുൻവശമായിട്ട് കിഴക്കേ സൈഡ് ചേർന്ന് ഇനി ഖണ്ഡാകരണം ഉള്ളിൽ ഭഗവതി ക്ഷേത്രത്തിലുള്ള ഖണ്ഡാകരണൻ്റെ പുതിയതായിട്ട് പ്രതിഷ്ഠ വരുന്നുണ്ട്. അതിനായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന മരങ്ങൾ എല്ലാം വെട്ടി അവിടെയെല്ലാം വൃത്തിയാക്കി ഇതാക്കി ഇട്ടേക്കാണ്. ഇതൊരു സർപ്പക്കാവാണ്. കമ്മത്ത് കുടുംബക്കാരുടെ പൂർവികന്മാർ പണ്ട് ഇവിടെ വന്ന സമയത്ത് അവർക്ക് താമസിക്കുവാനായിട്ട് സ്ഥലമൊക്കെ കൊടുത്ത ഒരു കുടുംബക്കാരുണ്ട്. ആ കുടുംബക്കാർ ആരാധിച്ചു വന്നിരുന്ന നാഗരാജാവും വിഷനാഗയക്ഷിയുമാണ് ഈ സർപ്പക്കാവിൽ ഉള്ളത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് കാലാനുസൃതമായ പല മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ സർപ്പക്കാവും പരിസരങ്ങളും അമ്പലക്കുളവും അതിൻ്റേതായ തനിമ നിലനിർത്തിയിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ശാന്തതയും സമാധാനവും വിവരണാതീതമായ ആത്മാനുഭൂതിയുമാണ് പ്രദാനം ചെയ്യുന്നത്. കുടുംബാംഗങ്ങളുടെ സമ്പദ് സമൃദ്ധിക്കും വിവാഹങ്ങൾ നടക്കുന്നതിനും നല്ല ദാമ്പത്യ ജീവിതത്തിനും സന്താന സൗഭാഗ്യത്തിനുമൊക്കെ കുടുംബക്ഷേത്രങ്ങളിലുള്ള പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും അതീവ പ്രാധാന്യമാണ് ഉള്ളത്. GSB സമൂഹത്തിലുള്ള എല്ലാ അംഗങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ സമാജക്കാരുടെയും സഹകരണവും കിട്ടിക്കൊണ്ട് ഈ ക്ഷേത്രം വളരെ പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാ ധന സഹായ സഹകരണങ്ങൾ എല്ലാ നമ്മുടെ സ്വസമുദായങ്ങളിൽ നിന്നും അല്ലാതെ തന്നെ പുറത്തുള്ള മറ്റുള്ള നമ്മുടെ GSB സമുദായം അല്ലാത്ത മറ്റുള്ള സമുദായക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെയും സഹകരണം എല്ലാം മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി വേണം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുകയും അവ ഗംഭീരമാക്കുവാനായും ക്ഷേത്രത്തിൻ്റെ നാനാമുഖമായ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും പഴയ തലമുറക്കാരും പുതിയ തലമുറയിലെ യുവജനങ്ങളും കുടുംബക്കാരും ഗ്രാമവാസികളും സ്ത്രീജനങ്ങളും ഒരുപോലെ ഒരേ മനസ്സോടെ കൈകോർത്ത് പ്രവർത്തിക്കുന്നത് ഇന്ന് കുടുംബങ്ങളിൽ കണ്ടുവരുന്ന അന്തഛിദ്രങ്ങൾക്കും മൂല്യശോഷണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും പരിഹാരമാകുകയും ഏവരുടെയും സർവ്വ ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കും കാരണമാകുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ക്ഷേത്രത്തിൽ ഇനി വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പുനഃപ്രതിഷ്ഠാ ചടങ്ങാണ്. പ്രധാന ക്ഷേത്രത്തിൽ ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവും വിഷ്ണു ക്ഷേത്രത്തിൽ ഭൂദേവി ശ്രീദേവി സമേതനായ വെങ്കിടാചലപതിയുടെ വിഗ്രഹവുമാണ് പ്രതിഷ്ഠിക്കുന്നത്. ഏപ്രിൽ 22-നാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദ്രുതഗതിയിൽ നടന്നു വരുന്നത്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ സ്വസമുദായത്തിൽ നിന്നും മറ്റു സമുദായങ്ങളിൽ നിന്നും തദ്ദേശവാസികളിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും തനമന ധനമായിട്ടുള്ള അകമഴിഞ്ഞ സഹകരണങ്ങൾ ആവശ്യമാണ്. ഏതെങ്കിലും സംഭാവനകൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ക്ഷേത്രത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരവരാലാകുന്ന സംഭാവനകൾ ഈ ബാങ്ക് അക്കൗണ്ടിലൂടെ ക്ഷേത്രത്തിലോട്ട് അയച്ചു കൊടുത്ത് ഈ ബൃഹത് പദ്ധതിയിൽ ഭാഗഭാഗാക്കണമെന്നും ബാലദുർഗാ ദേവിയുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകണമെന്നും അപേക്ഷിക്കുന്നു. ഗൂഗിൾ പേ, ഫോൺ പേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് സംഭാവനകൾ അയക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്നിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്.
എനിക്ക് നിങ്ങളോടുള്ള പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെ ദൈവങ്ങൾക്കും നല്ല കാലവും ചീത്തക്കാലവും കഷ്ടകാലവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ അതാണ് പുരാണങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. എന്നാൽ ഈ ബാലദുർഗയെ സംബന്ധിച്ചിടത്തോളം ബാലദുർഗയ്ക്ക് ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരുപാട് പുരോഗമന അല്ലെങ്കിൽ ഒരുപാട് അഭിവൃദ്ധികൾ ഈ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കും. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സങ്ങോട്ട് കുളിരുകയാണ്. കാരണം ഇതൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ, ദേവിക്ക് അവിടെ പലതരത്തിലുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവികത്വം ദർശിക്കാൻ സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദേവി വളരെ വളരെ സന്തോഷവതിയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇവിടുത്തെ ഈ ക്ഷേത്ര കുടുംബക്കാർക്കും അതുപോലെ GSB സമുദായ അംഗങ്ങൾക്കും അതുപോലെ ഇവിടെ ചുറ്റുവട്ടത്തുമുള്ള ഗ്രാമവാസികൾക്കും അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ആലുങ്കൽ ബാലദുർഗ ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ധാരാളം ലൈക്ക്, കമൻറ്റ് അതുപോലെ ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ വീഡിയോ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.